എന്തിനു വേണ്ടിയാണ് നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കുന്നത് എന്നൊരു ഈമാനികമായ വശം അവിടെ ബാക്കിയാവുന്നു. 5 വക്ത് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പരിശുദ്ധമായ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഹജ്ജിന് പോകുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിന്റെ തിക്കും തിരക്കിലും പ്രയാസപ്പെടുമ്പോഴും സംഘടനയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, എല്ലാ പ്രയാസങ്ങളും ശാരീരിക വേദനകളും മാനസിക വിഷമങ്ങളെല്ലാം ക്ഷമിച്ച് സ്വന്തം ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ, ഒരു മുഅ്മിനത്തായ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം, എന്താണ് ഇവരെല്ലാം മുഅ്മിനായ ഒരു മനുഷ്യൻ ആരാധന കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്? ഞാനും നിങ്ങളും ആരാധിക്കുന്നത് അല്ലാഹുവിനെ ഭയപ്പെട്ടതുകൊണ്ടാണോ, അതോ അല്ലാഹു തആലയെ സ്നേഹിച്ചത് കൊണ്ടാണോ, അതോ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിച്ചത് കൊണ്ടാണോ? മഹാന്മാരായ സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. മൻ അബദല്ലാഹ ബിർറജാഇ വഹ്ദഹു ഫഹുവ മുർജിഉൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് മാത്രം, ഉദാഹരണത്തിന് സ്വർഗമെന്ന് പറയുന്ന അനുഗ്രഹത്തെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം, അല്ലാഹുവിന്റെ റഹ്മത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഒരാൾ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ ഫഹുവ മുർജിഉൻ, അവൻ മുർജി എന്ന് പറഞ്ഞ പുത്തൻ വാദത്തിൽപ്പെട്ടവനാണ് എന്ന് മഹാന്മാര് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായിരിക്കരുത് നമ്മുടെ ആരാധന. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗ്ഗം ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായിരിക്കരുത് നമ്മുടെ ഇബാദത്ത്. ആ സ്ഥാനത്തോ വമൻ അബദഹു ബിൽ ഖൗഫി, അല്ലാഹു സുബ്ഹാനഹു വ തആലനെ പേടിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ഒരാൾ, പേടി കൊണ്ടാണ് ഒരാൾ നോമ്പനുഷ്ഠിക്കുന്നത്, പേടി കൊണ്ടാണ് ഒരാൾ ഹജ്ജിന് പോകുന്നത്, അല്ലാഹുവിന്റെ ഭയന്നുകൊണ്ടാണ് നല്ലവനായി ജീവിക്കുന്നത്. ഇങ്ങനെ അല്ലാഹനെ ഭയപ്പെടുന്നു എന്ന ഒരൊറ്റ ഉദ്ദേശത്തിൽ ഒരാൾ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ അവൻ ഹറൂരി എന്ന് പറഞ്ഞൊരു വിഭാഗം പുത്തൻവാദത്തിൽ, അത് ഹരി എന്ന് പറയുന്ന വിഭാഗത്തിന്റെ വിശ്വാസമാണ്. എന്നിട്ട് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, വമൻ അബദല്ലാഹ ബിൽ ഹുബ്ബി വഹ്ദ, ഒരാൾ അല്ലാഹു തആലാനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം, എനിക്ക് അല്ലാഹുവിനോട് അത്രയും ഇഷ്ടം, അല്ലാഹുവിനെ ഞാൻ അത്രയും സ്നേഹിക്കുന്നു, അല്ലാഹുവിനെ സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, ഈ ഒരു ഉദ്ദേശത്തിലാണ് ഒരാൾ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്നതെങ്കിൽ ഫഹുവ സന്ദീഖുൻ, അവൻ സന്ദീഖാണ്. അവൻ സന്ദീഖ് എന്ന് പറഞ്ഞ ഒരു പുതിയ ആശയക്കാരനാണ്, അവൻ യുക്തിവാദിയാണ്, അവൻ നിരീശ്വരവാദിയാണ്, അവൻ സന്ദീഖാണെന്ന് മഹാന്മാരായ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നു. ആ ഒരു ശൈലിയും ശരിയല്ല. എന്നുവെച്ചാൽ അല്ലാഹുവിനെ ഭയപ്പെട്ടതുകൊണ്ട് മാത്രം നമ്മൾ ആരാധിക്കാൻ പാടില്ല, അല്ലാഹുവിനെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം നമ്മൾ ആരാധിക്കാൻ പാടില്ല, അല്ലാഹു ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഒരാൾ ആരാധിക്കാൻ പാടില്ല. ആ സ്ഥാനത്ത് വമൻ അബദല്ലാഹ ബിൽ ഹുബ്ബി വഹ്ദ, വമൻ അബദല്ലാഹ ബിൽ ഖൗഫി വൽ മഹബ്ബത്തി വർ റജാ, അല്ലാഹുവെ ആഗ്രഹിക്കുന്നു, അല്ലാഹുവെ മഹബ്ബത്ത് വെക്കുന്നു, അല്ലാഹുവിനെ ഭയപ്പെടുന്നു. ഈ 3 മാനദണ്ഡങ്ങളും മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമുക്കതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആരാധനയുടെ മാനദണ്ഡം അല്ലാഹുവിനെ ഭയപ്പെടലല്ലേ? അല്ലാഹുവിനെ ഭയപ്പെടണം. പക്ഷേ അല്ലാഹുവിനെ ഭയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് എന്നൊരു ശൈലി മുസ്ലിമിന് യോജിച്ചതല്ല. അല്ലാഹു തആലയുടെ പ്രതിഫലം ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമായിരിക്കരുത് നമ്മുടെ ആരാധന, ആ സത്വാറെ സ്നേഹിച്ചത് കൊണ്ട് മാത്രവുമായിരിക്കരുത് നമ്മുടെ ആരാധന.
ഇത് മൂന്നും സമുന്നയിപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും യജമാനനായ റബ്ബ് തആലയിലേക്ക് സമർപ്പിക്കേണ്ടത്. അല്ലാഹുവായ റബ്ബ് നമ്മെ നിയന്ത്രിക്കുമാറാകട്ടെ, അതിന് തൗഫീഖുള്ളവരാക്കി തരുമാറാകട്ടെ. നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട വഹ്ബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മഹാന്മാരായ സൂഫിയാക്കളിൽ നിന്ന്, ഔലിയാക്കളിൽ നിന്ന്, സ്വാലിഹീങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. ഇന്നി ലഅസ്തഹീ മിനല്ലാഹി അസ്സ വജല്ല അൻ അഅ്ബുദഹു റജാഅ സവാബിൽ ജന്ന. സ്വർഗത്തിന്റെ പ്രതിഫലം, സ്വർഗമാകുന്ന അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹു തആലയെ ആരാധിക്കുന്നത് എനിക്ക് ലജ്ജയാണ്, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? സ്വർഗം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്നതെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ഒരു കൂലിപ്പണിയാണ്. കിട്ടിയാൽ അവൻ അമൽ ചെയ്യും, പണിയെടുക്കും. കൂലി കിട്ടിയില്ലെങ്കിൽ പണിയെടുക്കൂല. ഈ ഒരു ശൈലി മുഅ്മിനായ ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് യോജിച്ചതല്ല. എന്നാലോ ഇന്നി ലഅസ്തഹീ മിനല്ലാഹി അൻ അഅ്ബുദഹു മഖാഫത്തൻ നാർ. നേട്ടപ്പെട്ടത് ഞാൻ ആരാധിച്ചില്ല എങ്കിൽ, ഞാൻ അള്ളാഹുവിനെ വഴിപ്പെട്ടില്ല എങ്കിൽ അള്ളാഹു തആല എന്നെ നരകത്തിലേക്കിട്ട് ശിക്ഷിക്കുമല്ലോ. ഈ ഒരു പേടി മാത്രമായിരിക്കരുത്. അങ്ങനെ പേടിച്ചുകൊണ്ട് മാത്രം ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത് ലജ്ജിക്കുന്നുണ്ട്. കാരണം ഞാനൊരു പിണങ്ങിപ്പോകുന്ന ഒരു അടിമയെ പോലെയാണ്. അള്ളാഹു തആല എന്നെ ശിക്ഷിക്കുമോ എന്ന പേടി, ആ പേടിയുണ്ടായതുകൊണ്ടാണ് ഞാൻ ആരാധിക്കുന്നത്. ഇത് മാത്രമായിരിക്കരുത് നമ്മുടെ ആരാധനയുടെ മാനദണ്ഡം. കാരണം അത് കൂടെയുള്ള മുതലാളിയെ പേടിച്ചുകൊണ്ട്, മുതലാളി ഉണ്ടാകുമ്പോൾ മാത്രം, ആ പേടി ഉണ്ടാകുമ്പോൾ മാത്രം ജോലി ചെയ്യുന്നവനെ പോലെയാ. അതും ഒരു മുഅ്മിനിന് യോജിച്ചതല്ല. ഓ എന്റെ സഹോദരന്മാരെ, മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നത്, പണ്ഡിതന്മാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നക്കലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ചെറിയ സംഭവം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയെ വഴിമധ്യേ വെച്ച് കാണുകയാണ്. ആ സമയത്ത് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ഒരു കൈയിൽ ഒരു പാട്ട വെള്ളമുണ്ട്, മറ്റൊരു കൈയിൽ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ കൈയിൽ നല്ല ഒരു പന്തം കത്തിച്ചിട്ടുമുണ്ട്. അപ്പൊ ഒരു കയ്യിൽ എന്താ മഴ വേണോ? ഒരു കയ്യില് വെള്ളം, മറ്റൊരു കയ്യില് ബന്ധോ, ഒരു കയ്യില് തീ, ഒരു കയ്യില് വെള്ളം. ഇത് പിടിച്ചുകൊണ്ട് മഹദിയായ നഫീസത്തുൽ മിസ്രിയ പെട്ടെന്ന് ഉളരി നടക്കുന്നത് കണ്ടപ്പോൾ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ല നഫീസ, നിങ്ങൾ എവിടേക്കായി ഓടിപ്പോകുന്നത്? എന്തിനാ നിങ്ങളെ കയ്യിൽ തീ പിടിച്ചിട്ടുള്ളത്? എന്തിനാ നിങ്ങൾ വെള്ളം പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോകുന്നത് എന്ന് മഹദിയ നഫീസത്തുൽ മിസ്രിയോട് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന നേരോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, ഓ ഹസൻ ബസ്രി തങ്ങളെ, എന്റെ കയ്യിലുള്ള ഈ വെള്ളം കൊണ്ട് ഞാൻ തീ കെടുത്താൻ പോവുകയാ, നരകമാകുന്ന തീയ്. എന്റെ ഈ കയ്യിലുള്ള പന്തം കൊണ്ട് ഞാൻ സ്വർഗം നശിപ്പിക്കാൻ പോവുകയാ. അല്ലാഹു തആലയുടെ സ്വർഗം നശിപ്പിക്കാനാ ഞാൻ ഈ പന്തം കത്തിച്ചിട്ടുള്ളത്. എന്നാൽ നരകമാകുന്ന തീ കുണ്ടാരത്തെ കെടുത്താനാ ഞാൻ വെള്ളവും വേണ്ടി പോകുന്നത്. ആ സമയത്ത് മഹാനായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയോട് ഹസൻ ബസ്രി തങ്ങൾ ചോദിക്കുന്നു, അല്ല നഫീസ, യജമാനനായ റബ്ബിനെ ധിക്കരിക്കുന്നവർക്ക് അല്ലാഹു തയ്യാറാക്കിയ നരകത്തിനെയാണോ നിങ്ങൾ കെടുത്തിക്കളയുന്നത്? അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് മാത്രം ഉദ്ദേശിച്ച് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് കൊടുക്കുന്ന പ്രതിഫലമാകുന്ന സ്വർഗത്തിനെ എന്തിനാ നഫീസ നിങ്ങൾ കത്തിച്ചു കളയുന്നത്? ഇതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന്
എന്ന് മഹദിയായ നഫീസ റളിയല്ലാഹു തആല അൻഹയോട് ബഹുമാനപ്പെട്ട ഹസൻ ബസരി തങ്ങൾ ചോദിക്കുന്ന നേരം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അതിനെ ഞാനിത് കത്തിക്കാനും കെടുത്തിക്കളയാനും ആഗ്രഹിക്കുന്നത്. ഇക്കാലഘട്ടങ്ങളിലുള്ള മുഅ്മിനീങ്ങള് യജമാനനായ റബ്ബിന് സാഷ്ടാംഗം ചെയ്യുന്നതെന്തിനാ? അല്ലാഹുവിന്റെ പൊരുത്തത്തിനല്ലല്ലോ. അവരെ നിസ്കാരം സ്വർഗം കിട്ടാനാ, നരകത്തിൽ നിന്ന് കാവല് കിട്ടാനാ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പൊരുത്തത്തിന് വേണ്ടി ഇബാദത്തെടുക്കുന്ന മുഅ്മിനീങ്ങളെ കാണുന്നില്ലല്ലോ. ആ സ്ഥാനത്ത് യഥാർത്ഥ സത്യവിശ്വാസിയുടെ ഉദ്ദേശം എന്തായിരിക്കണോ? ആരാധനകളെ കൊണ്ടവരെ ആഗ്രഹം എന്തായിരിക്കണോ? യജമാനായിരിക്കണോ? ഫമാമഖ്സൂദുഹും ജന്നാതുഹു ആദിനി വലൽ ഹൂറുൽ ഹിസാനു വലൽ ഖിയാമാ. ഓ എന്റെ ചെറുപ്പക്കാരാ, യജമാനനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടിരുന്ന സ്വാലിഹീങ്ങളുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു തആലാനെ വഴിപ്പെട്ടുകൊണ്ടിരുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കളുണ്ടല്ലോ. ആ ഔലിയാക്കൾ ആരാധനകളെ കൊണ്ടവരെ ഉദ്ദേശം യജമാനനായ റബ്ബിന്റെ പൊരുത്തം മാത്രമാ. സ്വർഗം അവർക്കൊരു പ്രശ്നമല്ല, സ്വർഗത്തിലുള്ള അനുഭൂതികൾ അവരെ ആഗ്രഹമല്ല. അതെല്ലാം അല്ലാഹുവിന്റെ മറ്റൊരു സൃഷ്ടിയാ. ഞാനും അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണല്ലോ. സൃഷ്ടാവായ അല്ലാഹുവിനെ ആരാധിക്കുന്നത് ഒരു സൃഷ്ടിയെ ആഗ്രഹിച്ചത് കൊണ്ടാവരുതോ എന്ന് അല്ലാഹുവിന്റെ ഔലിയാക്കള് പറഞ്ഞ വാക്ക് നമ്മുടെ മുമ്പിലുള്ളല്ലോ. അല്ലാഹുവേ, മഹാന്മാരായ ഔലിയാക്കളെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ക്ലിയർ അല്ലേ? അവിടെ ഇവിടെ അപ്പോ ആരാധനകളെ കൊണ്ടുള്ള ഉദ്ദേശം സ്വർഗമല്ല. ആരാധനകളെ കൊണ്ടുള്ള ഉദ്ദേശം തെറ്റായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നത് നരകത്തെ പേടിച്ചതുകൊണ്ടല്ലേ? അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെടണം, അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും വേണം. ഇത് മൂന്നുമായിരിക്കണം നമ്മുടെ ആരാധനയുടെ മാനദണ്ഡം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്ന് വെച്ച് സ്വർഗം ചോദിക്കണ്ട എന്നല്ല, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണ്ട എന്നല്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നോക്ക്, മൻ സഅലല്ലാഹൽ ജന്ന, ആരാണോ 3 തവണ പടച്ച റബ്ബിനോട് സദാസമയം എല്ലാ ദിവസങ്ങളിലും മൻ സഅലല്ലാഹൽ ജന്നത 3 മററാത്ത്, യജമാനനായ റബ്ബിനോട് എല്ലാ ദിവസവും 3 തവണ ഒരാള് സ്വർഗം ചോദിച്ചാൽ കാലത്തിൽ ജന്ന അല്ലാഹു തആലയോട് സ്വർഗം ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹുമ്മ അദ്ഖിൽഹു, അല്ലാഹുവേ എന്നെ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവനെ പുൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്നിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്നോട് ദുആ ഇരക്കുന്ന മുഅ്മിനിനെ നീ കണ്ടില്ലയോ? അതുകൊണ്ട് അല്ലാഹുമ്മ അദ്ഖിൽഹു, അവനെ നീ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാഹ് എന്ന മുഅ്മിന മനുഷ്യ 3 തവണ ഒരാൾ നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുന്ന, എല്ലാ ദിവസവും 3 തവണ ചുരുങ്ങിയത് റബ്ബേ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് ദുആ ഇരക്കുന്നു. ഇങ്ങനെ നിത്യവും 3 തവണ നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുന്ന ഒരു മനുഷ്യന് കാലത്തിന്നാർ, അവന്റെ പ്രാർത്ഥന കേൾക്കുമ്പോ നരകം അല്ലാഹുവിനോട് ആവശ്യപ്പെടുള്ളൂ, അല്ലാഹുമ്മ അജ്റുഹു മിന്നീ, അല്ലാഹുവേ എന്നിൽ നിന്ന് നീ അവനെ കാക്കണേ എന്ന് യജമാനനായ റബ്ബിനോട് നരകം ദുആ ഇറക്കുമല്ലോ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്
ഓ എന്റെ മുഅ്മിനേ, എങ്ങനെയാ നമ്മൾ സ്വർഗം ആഗ്രഹിക്കാതിരിക്കുക? സ്വർഗം മാത്രമായിരിക്കരുത് നമ്മുടെ ഉദ്ദേശം. നരകത്തിൽ നിന്നുള്ള കാവല് മാത്രമായിരിക്കരുത് ഉദ്ദേശം. നേരെ മറിച്ചോ യജമാനനായ റബ്ബിന്റെ പൊരുത്തമായിരിക്കണോ. ആ സ്ഥാനത്തോ ഹബീബായ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ വിവരിക്കുന്നു സ്വർഗത്തെക്കുറിച്ച്. ഏതെല്ലാം വിവരണങ്ങളാ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു അറിയോ? പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫില് കുല്ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഇനാ ബിമിസ്ലിഹി മദദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യജമാനനായ റബ്ബിന്റെ കലിമാത്തുകളെ തിട്ടപ്പെടുത്താൻ വേണ്ടി, വ്യക്തമാക്കി എഴുതി വെക്കാൻ വേണ്ടി ലോകത്തുള്ള മുഴുവൻ മരങ്ങളും നിങ്ങൾ പേനകളാക്കുകയാണെങ്കിലോ, ലോകത്തുള്ള മുഴുവൻ സമുദ്രങ്ങളും നിങ്ങൾ മഷിയായി ഉപയോഗിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എഴുതി വെക്കുകയാണെങ്കിലോ, ലനഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ ാത്തുകളെ തീരുന്നതിന് മുമ്പ് ഈ ലോകത്തുള്ള സമുദ്രം മുഴുവനും പറ്റിപ്പോവുകയോ, ലോകത്തുള്ള മുഴുവൻ മരങ്ങളും നശിച്ചു പോവുകയോ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണത്തില് മഹാനായ നാസിറുദ്ദീൻ സമർഖന്ദി റളിയല്ലാഹു തആല എന്ന് പറയുന്നു. ഒരുപാട് മുഫസ്സിറുകളെ കലിമാത്തുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണെന്ന് വിവരിച്ചിട്ടുണ്ട്. എന്നാലോ മഹാനായ നസ്റുദ്ദീൻ സമർഖന്ദി റളിയല്ലാഹു അൻഹു പറയുകയാ, എന്തേ ഈ ആയത്തിന്റെ അർത്ഥം? ലൗ കാനൽ ബഹറു മിദാദൻ ലിമാ അഅദ്ദല്ലാഹു ലിൽ മുഅ്മിനീന ഫിൽ ജന്ന. സ്വർഗ്ഗലോകത്ത് അള്ളാഹുവിന്റെ സത്യവിശ്വാസികൾക്ക് വേണ്ടി യജമാനനായ റബ്ബ് തആല തയ്യാറാക്കിയ അനുഗ്രഹങ്ങളെ എഴുതി വെക്കാൻ നിങ്ങൾ ഈ ലോകത്തുള്ള മുഴുവൻ സമുദ്രങ്ങളെ ചെലവഴിച്ചാലോ, ലോകത്തുമുഴുവൻ മരങ്ങൾ നിങ്ങൾ പേനയായി ഉപയോഗിച്ചാലോ, ലനഫിദൽ ബഹറു ഖബ്ല അൻ യൻഫദ സവാബുൽ മുഅ്മിനായ ഒരു സത്യവിശ്വാസിക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങളോ എഴുതി വെക്കപ്പെടുന്നതിന് മുമ്പ് ലോകത്തുള്ള എല്ലാ സമുദ്രത്തിലെ വെള്ളവും പറ്റി തീരുകയോ. അത്രയും വലിയ അനുഗ്രഹങ്ങളാ യജമാനനായ റബ്ബ് സ്വർഗ്ഗലോകത്തെ തയ്യാറാക്കിയിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ്, സ്വർഗ്ഗലോകത്ത് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം, ഒരു മുഅ്മിനായ മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹം നിങ്ങളെങ്ങാനും എഴുതി വെക്കുകയാണെങ്കിൽ ഈ ലോകത്ത് മുഴുവൻ സമുദ്രം പറ്റിയാലും മഷിയാക്കി ഉപയോഗിച്ചാലും അത് എവിടെയെത്തൂല്ല. അല്ലാഹു തആല സ്വർഗ്ഗത്ത് കിടക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഓ എന്റെ സഹോദര, എത്രയാ സ്വർഗത്തിന്റെ വീതിയെന്നോ? ഓ എന്റെ ഉമ്മ, സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? സ്വർഗത്തിന്റെ വീതി എത്രയാ? നമ്മുടെ ഈ ഭൂലോകം പോലെയാണോ? മഹാനായ ഇമാം തുബരി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ലമ്മാ ഖലഖല്ലാഹുൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിനെ പടച്ചപ്പോ ഈ സ്വർഗത്തോട് അല്ല പറഞ്ഞു, ഓ സ്വർഗമേ, നീ നീണ്ടോളുക, നീ നീണ്ടുകൊണ്ടേയിരിക്കുക, നല്ലവണ്ണം നീളുക എന്നീ സ്വർഗത്തിനോട് പടച്ച റബ്ബ് പറയുമ്പോ സ്വർഗം അല്ലാഹുവിനോട് ചോദിച്ചു, എത്രയാണ് റബ്ബേ ഞാൻ നീളേണ്ടത്? നീളേണ്ടത് ആ നീളേണ്ട സ്ഥലം എന്ന് റബ്ബ് തആലയോട് സ്വർഗം ആവശ്യപ്പെട്ട നേരോ അല്ലാഹു തആല സ്വർഗത്തിനോട് പറഞ്ഞത്, നിന്നേക്കാൾ 1,00,000 മടങ്ങ് അത്രയും നീളത്തിൽ നീ നീണ്ടുകൊണ്ടിരിക്കണോ? ഇപ്പോ നിനക്ക് ഒരു ചാണാണെങ്കില് ഇനിയും 1,00,000 നിന്നേക്കാ ഇരട്ടിയായിട്ട് നീ വളർന്നുകൊണ്ടേയിരിക്കണോ? മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങളിൽ നിന്ന് ഇമാം തുബരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാ. അങ്ങനെ ഈ സ്വർഗമതാ നീളാൻ തുടങ്ങുന്നു, അത് വിശാലമാകാൻ തുടങ്ങുന്നു. പിന്നീടും അല്ലാഹു തആല പറയും, നിർത്തണ്ട സ്വർഗമേ, നീ നീണ്ടുകൊണ്ടിരിക്കുക, നീ നീളം വെച്ചോളൂ, വീതി വെച്ചോളൂ, വിശാലമായിക്കൊള്ളൂ. അല്ലാഹു തആല ചോദിക്കുമ്പോ, അല്ലാഹു ഈ സ്വർഗത്തോട് ആവശ്യപ്പെടുമ്പോ അല്ലാഹുവിനോട് വീണ്ടും സ്വർഗം ചോദിച്ചു, ഇലാകം അംതദു, റബ്ബേ ഞാൻ എത്രയാ നീളേണ്ടത്, ഞാൻ എത്രയാ വിശാലമാകേണ്ടത്? ആ സമയം അല്ലാഹു തആല സ്വർഗത്തോട് പറഞ്ഞത്, ഇംതദി മിഖ്ദാറ റഹ്മതീ, എന്റെ കാരുണ്യത്തോളം നീ വിശാലമാകണോ. ലോകത്തെന്ന് മാത്രമല്ല, നാളെ ആഖിറത്തിലും സത്യവിശ്വാസികൾക്കും അല്ലാത്തവർക്കോ ഏതെല്ലാം കാരുണ്യമാണോ ഞാൻ വർഷിപ്പിച്ചിട്ടുള്ളത്, എന്റെ കാരുണ്യത്തിന്റെ കണക്കനുസരിച്ച് നീ വിശാലമായിക്കോ. വയ്യത്തംതദ്ദു ഇലാ അബദിൽ അബദീൻ ലൈസ ലഹാ തുർഫ്, അറ്റമില്ലല്ലോ എന്റെ അനുഗ്രഹത്തിന്, എന്റെ കാരുണ്യത്തിന് അറ്റമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അറ്റമില്ലാതെ നീ വിശാലമാകണോ എന്ന് സ്വർഗത്തോട് അല്ലാഹു തആല പറയുകയാ. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് കേട്ടുവോ, ഇന്നഹാ തംതദ്ദു മിൻ ഹീന ഖലഖഹുല്ലാഹ് ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു തആല സ്വർഗത്തെ പടച്ചത് മുതൽ ഈ സ്വർഗം വിശാലമായി കൊണ്ടേയിരിക്കുകയാണ്. അതിപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, അതിന്റെ നീളവും വീതിയും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സ്വർഗത്തെ പടച്ചത് മുതൽ ഇതുവരെ ഇലാ യൗമിൽ ഖിയാമ വരെ ഭൂമി വളരാത്തതുപോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച സ്വർഗം അത് വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഖിയാമത്ത് നാൾ വരെ. അല്ലാഹു പ്രവേശിക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഓ എന്റെ മുഅ്മിനീങ്ങളെ, വിശദീകരിച്ച തീരൂല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് നോക്ക്, വല്ലദീ അൻസലൽ ഖുർആന അലാ മുഹമ്മദിന്, ഹബീബായ നബി തങ്ങളുടെ പേരിൽ പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയ ഒരു രക്ഷിതാവായ അല്ലാഹു തആല തന്നെയാണ് സത്യം. ഇന്ന അഹ്ലൽ ജന്നതി ലയസ്ദാദൂന ഹുസ്നൻ വജമാലാ കമാ യസ്ദാദു അഹ്ലു ദുനിയാ ഹറമൻ വലഫാ. ഈ ലോകത്തേക്ക് പിറന്നു വീണ ഒരാളുടെ വയസ്സ് കൂടുന്നത് പോലെ, അവന്റെ പ്രായം കൂടുന്നത് പോലെ, അവന്റെ മുഖം ചുളിയുന്നത് പോലെ, ഓ എന്റെ മുഅ്മിനെ കേട്ടുവോ, അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞത്, ഈ ലോകത്ത് പിറന്നു വീണ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരുടെ ആയുസ്സിനെയാ അല്ലാഹു തആല വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ബലഹീനതയാ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്ത് സ്വർഗത്തിലോട്ട് ഒരാളെ കടന്നാൽ അവരെ വയസ്സിന് അല്ലാഹു വർദ്ധനവ് കൊടുക്കുന്നില്ല. നേരെ മറിച്ചു അവിടെ പടച്ച റബ്ബ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ലയസ്ദാദൂന ഹുസ്നൻ വജമാലാ. വയസ്സ് വർദ്ധിക്കുന്നത് പോലെ സ്വർഗത്തിലോട്ട് കടന്ന സത്യവിശ്വാസിയുടെ സൗന്ദര്യമാ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന, അവിടെ ഓരോ ദിവസവും നമ്മുടെ സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഓ എന്റെ സഹോദരന്മാരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു ദിവസം അബൂ ഹുറൈറ തങ്ങൾ കടന്നു വന്നു. എന്നിട്ട് അബൂ ഹുറൈറ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹദ്ദിഥിനി അനിൽ ജന്നതി മാ ബിനാഉഹാ. അല്ലാഹുവിന്റെ ഹബീബേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, നബി തങ്ങളോട് അല്ലാഹു തആല, നബി തങ്ങളോട് അബൂ ഹുറൈറ തങ്ങൾ ചോദിക്കുന്നു, നബിയെ സ്വർഗ്ഗത്തെ അല്ലാഹു തആല എങ്ങനെയാ പടച്ചിട്ടുള്ളത്? മാ ബിനാഉഹാ, അതിന്റെ മതിൽക്കെട്ടുകൾ എന്താ? മണ്ണുകൊണ്ടാണോ മതിൽ കെട്ടിയിട്ടുള്ളത്? അതിന്റെ മതിൽ എന്തുകൊണ്ട് സ്ഥാപിച്ചത്? മാ ബിനാഉഹാ,
എങ്ങനെയാണ് നബിയെ സ്വർഗത്തിന്റെ എടുപ്പ് അല്ലാഹു തആല എടുത്തിട്ടുള്ളത്? ആ സ്വർഗമുണ്ടാക്കാൻ അല്ലാഹു ഉപയോഗിച്ച ഉപകരണങ്ങൾ ഏതെല്ലാമാണെന്ന് നബി തങ്ങളോട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ ചോദിക്കുമ്പോ നബി തങ്ങൾ പറയുന്ന ലബിനത്തും മിൻ ദഹബിൻ വ ലബിനത്തും മിൻ ഫില്ലാ. ഓ അബൂ ഹുറൈറ, സ്വർഗത്തെ അല്ലാഹു തആല നിർമ്മിച്ചത് എങ്ങനെയെന്നോ അതിലുള്ള ഓരോ ഇഷ്ടികൾ ഒന്ന് സ്വർണമാണെങ്കിൽ മറ്റൊന്ന് വെള്ളിയാണ്. നബി മുഹമ്മദ് മുസ്തഫ ലബിനത്തും മിൻ ഫില്ലത്തിൻ വ ലബിനത്തും മിൻ ദഹബ്. സ്വർഗം അല്ലാഹു തആല നിർമ്മിച്ച ആ ഇഷ്ടികകൾ പരിശോധിച്ചാൽ അതിന്റെ ഒരു ഇഷ്ടിക സ്വർണമാണ്, മറ്റൊരു ഇഷ്ടിക വെള്ളിയാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. വീണ്ടും നബി തങ്ങൾ പറയട്ടെ, വമിലാതുഹാ അൽ മിസ്കൂ. സ്വർഗത്തിലോട്ട് കടന്നാൽ അതിന്റെ ഉള്ളിലുള്ള കല്ലുകളുണ്ടല്ലോ, നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന കല്ലുകളെ പോലെ സ്വർഗത്തിലോട്ട് കടന്നാൽ അതിനകത്ത് കല്ലുകളുണ്ട്. ആ കല്ലിനെ അല്ലാഹു തആല സ്ഥാപിച്ചിട്ടുള്ളത് അൽ മിസ്കൂ, കസ്തൂരിയ. കസ്തൂരി കൊണ്ടാ സ്വർഗത്തിലുള്ള കല്ലിനെ അല്ലാഹു തആല പടച്ചത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും വിവരിക്കുന്നത് നോക്ക്, വതുറാബുഹാ അസ്അഫറാൻ. അല്ലാഹു തആല സ്വർഗത്തിൽ വിതറിയ മണ്ണേതാണെന്നറിയോ? നമ്മുടെ നാട്ടിലുള്ള പാറപ്പൊടിയല്ല, സുബ്ഹാനല്ലാഹ്, കളിമണ്ണുകളല്ല. ആ സ്ഥാനത്ത് സ്വർഗത്തിലുള്ള മണ്ണിനെ അല്ലാഹു തആല തെരഞ്ഞെടുത്തത് അസ്അഫറാൻ, കുങ്കുമമാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. വഹസാഉഹാ അദുറു വൽ യഖൂത്. ആ സ്വർഗത്തിലോട്ട് കടന്നാൽ അവിടെയുള്ള ചെരക്കല്ലുകളോ അല്ലാഹു തആല മുത്തുകളെ കൊണ്ടാ നിർമ്മിച്ചിട്ടുള്ളത്. പുറത്തുള്ള മണ്ണോ ചെരലും മിസ്കും ജൗഹറാ. പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. മഹാനായ തഴവ ഉസ്താദി ഹദീസിലേക്ക് സൂചന തരുന്നത്, പുറത്തുള്ള മണ്ണോ ചരലും മിസ്കും അംബറോ. പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. സ്വർഗത്തിന്റെ പുറമ്പോക്ക് നോക്കിയാൽ, സ്വർഗത്തിന്റെ മതിൽക്കെട്ടുകൾ നോക്കിയാൽ അതുപോലും അല്ലാഹു തആല മിസ്കിനാലും ജൗഹറിനാലുമാ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ആ സ്വർഗത്തിന്റെ ഉള്ളിലുള്ള അനുഗ്രഹങ്ങളെ പറയേണ്ടതുണ്ടോ? മഹാനായ തഴവ ഉസ്താദ് നമ്മളെ ഓർമ്മപ്പെടുത്തിയതാ. ഓ എന്റെ സഹോദര, ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ. ഞാൻ പതുക്കെ പറയാൻ നിൽക്കേണ്ട, സ്വലാത്ത് നിങ്ങൾ എപ്പോഴും ഓർക്ക ചൊല്ലിക്കോളി. ബഹുമാനപ്പെട്ട ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കൊരു അയൽവാസി ഉണ്ടായിരുന്നു. ആ അയൽവാസി മുസ്രിഫുൻ അലാ നഫ്സിഹി, തെറ്റ് മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ, നല്ലതൊന്നും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു. പോയി ഫായിദാനേ, ഓനും നന്നാവില്ല, ഫായിദ പോയിക്കില്ല, ആർക്കൊരു ഫായിദല്ല, ഓൻ നന്നാവൂല തീരുമാനം. അങ്ങനെ ഓനാണ് മരിച്ചു. മരിച്ചിട്ട് ഞാൻ ആ ചെറുപ്പക്കാരനെ പിന്നീട് അന്ന് രാത്രി സ്വപ്നം കണ്ടപ്പോൾ അദ്ദേഹം കിടക്കുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ കിടക്കുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചല്ല, എങ്ങനെയപ്പോ നീ സ്വർഗത്തിലെത്തിയത്? നല്ലതൊന്നും ചെയ്തത് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നില്ലെന്ന് എനിക്ക് പ്രകടമായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ സ്വർഗത്തിൽ പോയത്? ആ സമയത്ത് ഇമാമിനോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനൊരു ദിവസം ഒരു വയലിന് പോയി, അവിടെ ഒരു ഹദീസ് വായിക്കുന്നത് ഞാൻ കേട്ടു. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ പേര് കേൾക്കുമ്പോ ഒരാൾ ആരാണോ ഉച്ചത്ത് സ്വലാത്ത് ചൊല്ലുന്നത്, വജബത്തി ലഹുൽ ജന്ന, ആ
ആളെ നോക്കിയില്ല, ഞാൻ സ്വലാത്ത് ചൊല്ലിയ മറ്റുള്ളവരെന്നെ ശ്രദ്ധിക്കുമോ എന്ന ഭീതിയില്ല, അങ്ങനത്തെ ഒരു ലജ്ജയുമില്ല. എന്റെ ഹബീബിന്റെ പേരല്ലേ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഹബീബിന്റെ പേരങ്ങ് കേട്ടപ്പോ അതേ ഉറക്ക സ്വലാത്ത് ചൊല്ലിയ മൻ റഫഅ സൗതഹു ബിസ്സലാഹ് അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ പേര് കേട്ടപ്പോ ആരാണോ ഉറക്ക സ്വലാത്ത് ചൊല്ലിയത് വജബത് ലഹുൽ ജന്ന. ഒന്നിരിക്കല്ല സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവന് സ്വർഗത്തിലോട്ട് പോകും. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ എന്റെ ചെറുപ്പക്കാരാ, ഏതെങ്കിലും തന്തോന്നിയായ രാഷ്ട്രീയക്കാരന് ചെലവഴിക്കാനുള്ളതല്ല നിന്റെ ഊർജോ. ഏതെങ്കിലും അന്യ പെണ്ണ് സ്ഥാനാർത്ഥിയായി നിന്നപ്പോ അവളെ പിന്നാലെ പോയിട്ട് ഇങ്കിലാബ് വിളിക്കാനല്ല നിനക്ക് ശബ്ദം നൽകിയത്. നമ്മുടെ ഇങ്കിലാബ് വിളിക്കേണ്ട ഒരു നേതാവുണ്ട്, അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. നീ ചോദിക്കണം, നീ ചിന്തിക്കണോ, നമ്മുടെ നാട്ടിൽ നിന്ന് 5 വർഷം മുമ്പ് നമ്മൾ ജയിപ്പിച്ചു വിട്ട നമ്മുടെ സ്ഥാനാർത്ഥിയെ അടുത്ത 5 വർഷം കഴിഞ്ഞാലേ ഇനി നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഞങ്ങളെ നാട്ടിൽ ഇപ്പൊ ഇതിന്റെ അടുക്ക് ഓരോ വീടുകളെ മുമ്പിലും കാൽപ്പാട് കണ്ടപ്പോ പല ആൾക്കാർക്കും ബേജാറായി. സുബ്ഹാനല്ലാഹ്, ആൾക്കാരാണ് പൂലി ഇറങ്ങിയതാണ്. അതിൽ മറ്റവൻ പറഞ്ഞ അതിന് കുളമ്പ് കണ്ടിട്ട് പൂലിയല്ല നാരിയാണ്. അതിൽ മറ്റവന് പൂലി നാരിയൊന്നല്ല, ആട്ടും കുട്ടി അങ്ങോട്ടും നടന്നാക്കാൻ. ഇങ്ങനെ പല അഭിപ്രായം. ലാസ്റ്റ് അത് ഗവേഷകന്മാര് വന്ന് പരിശോധന വ്യക്തമായി അത് കഴിഞ്ഞ 5 വർഷം മുമ്പ് നമ്മൾ ജയിപ്പിച്ചിട്ട് സ്ഥാനാർത്ഥി 2ാമത് മത്സരിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ അതിന്റെ സനത്തും ചോദിച്ചും ചെയ്തില്ലായിരുന്നു, ഞാനത് കൊടുത്തിട്ടില്ല. അല്ലാഹു തആല നമുക്ക് നല്ല ഭരണാധികാരികളെ തരട്ടെ. അല്ലാഹ് നല്ല ഭരണാധികാരികളെ തരട്ടെ. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നത് നോക്ക്. അല്ലാഹു തആല ഒരാളെ സ്വർഗത്തിൽ കടത്തിയാൽ അല്ലാഹ് സ്വർഗത്തിൽ കൊടുക്കുന്ന ഏറ്റവും നല്ല ഏറ്റവും ചെറിയ പ്രതിഫലം ഏതാണെന്നോ? അഖല്ലു അഖിൽ ജന്നത്തി ദറജതൻ മൻ യഖൂമു അലാ റഅസിഹി അശറതു ആലാഫി ഖാദിമ. നബി തങ്ങളെ പഠിപ്പിക്കുകയാ, സ്വർഗത്തിലോട്ടൊരു സത്യവിശ്വാസി ചെന്നാൽ ആ സ്വർഗത്തിൽ കടന്ന സത്യവിശ്വാസിക്ക് അല്ലാഹ് കൊടുക്കുന്ന ഏറ്റവും ചെറിയ പ്രതിഫലം ഏതാണെന്നോ? അവന്റെ തലയുടെ ഭാഗത്ത് 10,000 ഖാദിമീങ്ങൾ സേവകർ വന്ന് നിൽക്കുകയാ. വബിയദി കുല്ലി ഖാദിമൻ സഫഹത്താൻ. 10,000 സേവകർ നമ്മളിൽ നിന്ന് ഒരാൾ കടന്നാൽ അവന്റെ തലഭാഗത്ത് 10,000 വരുന്ന സേവകര്. ഓ എന്റെ ഉമ്മ, നമുക്ക് വേണ്ടത് ചെയ്തു തരാൻ 10,000 സേവകരുണ്ട്. ഓരോ സേവകരുടെ കയ്യിലും 2 തളികളുണ്ട്. ഏതാണ് ആ തളികയെന്നോ? ഒരു തളിക സ്വർണമാണെങ്കിൽ മറ്റൊരു തളിക വെള്ളിയാണ്. ഇങ്ങനെ വെള്ളിയാലും സ്വർണത്തിനാലും നിർമ്മിക്കപ്പെട്ട 2 തളികകളുമായി 10,000 വരുന്ന ആളുകള് ഓരോ മനുഷ്യന്റെ ഖാദിമീങ്ങളായി അല്ലാഹു തആല കൊടുക്കല ഒരു സ്വർഗത്തിലുള്ള ഏറ്റവും ചെറിയ പ്രതിഫലമെന്ന് മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഏറ്റവും ചെറിയ പ്രതിഫലം, സ്വർഗത്തിലെ ഏറ്റവും ചെറിയ പ്രതിഫലം നബി തങ്ങൾ പറയുന്നു. ഒരാൾക്ക് 10,000 വരുന്ന ഖാദിമീങ്ങൾ, ഓരോ ഖാദിമിന്റെ കയ്യിലും 2 തളികകൾ. ഒരു തളിക സ്വർണമാണെങ്കിൽ മറ്റൊരു തളിക വെള്ളിയാണ്. എന്നിട്ടോ നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവനും അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്നുണ്ട്. വഅക്രമഹും ഇൻദല്ലാഹ്. എന്നാലോ സ്വർഗലോകത്തെ ഏറ്റവും വലിയ പ്രതിഫലം ഏതാ? ഏറ്റവും ചെറിയത് ഇതാണെങ്കിൽ ഏറ്റവും വലിയ പ്രതിഫലം ഏതാണെന്നറിയോ? വഅക്രമഹും ഇൻദല്ലാഹി മൻ ബുക്റത വഹ
ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള ഭാഗ്യം ലഭിക്കല. അല്ലാഹുവേ ഞങ്ങൾക്കതിന് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇക്കാലം അത്രയും നമ്മൾ സുജൂദ് ചെയ്തത് കാണാത്ത റബ്ബിനാണെങ്കിലോ ഓ എന്റെ പൊന്നുമോനെ, ആ റബ്ബിനെ കാണാൻ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ അവസരം കൊടുക്കുക. സ്വർഗ്ഗലോകത്ത് അല്ലാഹു തആല കൊടുക്കുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ് വഅക്രമഹും ഇൻദല്ലാഹി മൻ യൻദുറു ഇലാ വജ്ഹിൽ കരീം ബുക്റതൻ വഅശിയ്യാ. സ്വർഗ്ഗലോകത്തോട്ട് കടന്നാൽ രാവിലെയും വൈകുന്നേരവുമായി അല്ലാഹനെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുക. ഏറ്റവും അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ഇത് തന്നെയാ അല്ലാഹു തആല പറഞ്ഞത്. സ്വർഗ്ഗത്തോട്ട് കടന്ന റബ്ബിനെ പുഞ്ചിരിയോടുകൂടെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകളുണ്ട്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. ആരാണോ റബ്ബിനെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിലോ എന്നാ റബ്ബ് തആലാക്ക് പൂർണ്ണമായി നിങ്ങൾ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുക. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഓ എന്റെ മുഅ്മിനെ പറഞ്ഞാ തീരൂല. സ്വർഗ്ഗലോകത്ത് അല്ലാഹു തആല കൊടുക്കുന്ന അനുഗ്രഹം. മഴ വേണമെന്ന് വെച്ചപ്പോത്തിന് വന്നോ? മഴ വരുന്നുണ്ടോ? അതൊന്നുണ്ട്. ഞമ്മക്കേതായാലും കൊള്ളൂലല്ലേ, ഓൽക്കും കൊള്ളൂല. ഞാനിങ്ങനെ വിചാരിച്ചു എന്തിനാ പോലെ പന്തലിട്ട് അല്ലെന്തെങ്കിലും മോണെങ്കിൽ വേണം, മഴ പെയ്യും വേണം, അല്ലെങ്കിൽ സംഘാടകരിങ്ങനെ നാളെ ടെൻഷനാക്കണം. മൈക്ക് സെറ്റൊന്നും തിരക്കേടില്ല, പക്ഷെ വെറുതെ പന്തലിട്ട് മഴ പെയ്തില്ല. ആ ഒരു സങ്കടം വേണ്ടാന്ന് വെച്ചിട്ട് അന്നെന്താക്കാണ് കുറച്ച് മഴ തരിക. അല്ലാഹു തആല അനുഗ്രഹം വർഷിപ്പിച്ചേരട്ടെ. നിങ്ങൾക്ക് ഓർക്കാമീൻ പറയാനുള്ള തോപ്പിക്ക് വേറെ തരട്ടെ. യുഎഇയില് ഒരു മാസത്തെ യാത്ര ഞാൻ ചെയ്യാൻ പോയി. ഒരു മാസം മുമ്പ് ഞാൻ യുഎഇയില് പൊസോട്ട് തങ്ങൾ പാപ്പാന്റെ അനുസ്മരണത്തിന് പോയത്. അല്ലാഹു തങ്ങളുടെ വർക്കത്ത് നമുക്കൊക്കെ നൽകട്ടെ. ഞാൻ ഇതൊക്കെ യുഎഇക്ക് പോകാനുള്ള കാരണം എന്താ? നിങ്ങള് സൗദി അറേബ്യയിൽ 3 ആൾക്കാരെ പോലീസ് പിടിച്ചു. അപ്പം പോലീസ് അങ്ങനെ ഓല് 3 ആളും കള്ളുടിച്ച് വണ്ടി ഓടിച്ചെന്ന കംപ്ലൈന്റ്. കള്ളു കുടിച്ചും ചെയ്ത് അതിന്റെ കൂടെ വണ്ടി ഓടിച്ചു. കുടിച്ചതോ തെറ്റ്, പിന്നെ വണ്ടിയും കൂടി ഓടിച്ചാൽ അപ്പൊ അത് സൗദി അറേബ്യ ഭരണാധികാരികളെ പൊടിച്ച് ആകെ കുലുമാലായി. അതിൽ ഒരാളൊരു ഇന്ത്യനേഷ്യക്കാരൻ, മറ്റൊരു പാകിസ്ഥാനി, പിന്നെ നമ്മുടെ നാട്ടുകാരനൊക്കെ അന്നാൾക്കും കൂടി ശിക്ഷ നടപ്പാക്കാൻ തീരുമാനാക്കി. കള്ളുകുടിച്ച ആളുകൾക്ക് 20 അടി ചാട്ടവയറുകൊണ്ട് പുറത്തടിച്ച് പച്ച പുറത്തടി. അവിടുത്തെ അടി ഇവിടുത്തെ അടി വരെ അവിടുത്തെ ഒരു റിയാലല്ല 20 ഉറുപ്പ്യന്റെ വർക്കത്ത്. ഒരു അടിന്റെ വർക്കത്ത് എത്ര ഉണ്ടാവും? നമ്മക്ക് തിരിച്ചാൽ മതി, ഓലൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. 20 അടി. അങ്ങനെ ഇവരെ 3 ആളെയും ശിക്ഷിക്കാനുള്ള പിറ്റേ ദിവസം, പിന്നെ തലേ ദിവസമാണ് അവിടുത്തെ രാജാവിന് ആൺകുട്ടി പറഞ്ഞ്, പേരക്കുട്ടി. അപ്പൊ അയാൾക്ക് സന്തോഷമായി. കാരണം ഇതുവരെ ഒരു പേരക്കുട്ടി ഇല്ലായിരുന്നു, ആൺകുട്ടി ഇല്ല എന്നുള്ള ടെൻഷൻ ഉണ്ടായി. ഒരു പേരക്കുട്ടി ഉണ്ടായപ്പോ ഇയാൾക്ക് ഒന്നുകൂടി സന്തോഷമായിട്ട് അയാളൊരു പ്രഖ്യാപനം നടത്തി. ഇനി മുതൽ ശിക്ഷ നടപ്പാക്കേണ്ട ആൾക്കാർക്കൊക്കെ ശിക്ഷന്റെ മുമ്പ് എന്തെങ്കിലും ഇളവ് നമ്മളോട് ചോദിക്കുന്ന ഇളവ് നമ്മൾ എന്ത് ചെയ്യും? ചെയ്തു കൊടുക്കും. ഒരു ഓഫർ, സന്തോഷത്തിന്റെ. അങ്ങനെ പിറ്റേ ദിവസം ഇവർ 3 ആളെ അടിച്ചാൻ കൊണ്ടുവന്നപ്പോ ഇന്ത്യനേഷ്യക്കാരനോട് ഇങ്ങനെ വിഷയം പറഞ്ഞു, അടി തുടങ്ങാണ്, എനിക്ക് എന്തെങ്കിലും ഓഫർ വേണമെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. അപ്പൊ ഓന്റെ ആ ഭാഷ നിങ്ങൾക്ക് തിരിയാത്തോണ്ട് ഞാനത് പറയില്ല. ഓൻ പറഞ്ഞു, ഏതായാലും അടി കിട്ടുന്നുള്ള ഉറപ്പാ, നിങ്ങൾ അടിച്ചോളി. ധരിക്കളി അടി പുള്ളവിടെയൊക്കെ പുറത്തായിക്കോട്ടെ. അങ്ങനെ അടി തുടങ്ങി. 10ാമത്തെ അടി കിട്ടിയപ്പോ തന്നെ
തലക്കടിയാണ് പൊട്ടി, 2 കണ്ടായി. പിന്നെ ബാക്കി 10 ഇവിടെ തന്നെ. അപ്പോഴാ പാകിസ്ഥാനി കണ്ണു നട്ട് ഇങ്ങനെ പഠിച്ചു 10 അടിക്കൊരു തലക്കടി. അപ്പൊ 2 തലക്കടി എന്തായാലും വേണ്ടിയിരുന്നു.